സലീനാന്റെ കല്യാണം എന്ന് നായിക്ക് 40 വട്ടം പറഞ്ഞു നടന്നിരുന്നില്ലേ സക്കീർ? ഒടുവിലൊന്നും ഒത്തു, നിശ്ചയവും കഴിഞ്ഞു. ഈ ചെങ്ങായിനെ കാണാനില്ല. ഇതെല്ലാം കൂടി എന്റെ തലയിലായില്ലേ ഇപ്പൊ? നിങ്ങളുടെ മോനാണ്, കുറ്റം പറയാണെന്ന് വിചാരിക്കരുത്. അത് കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവൂലേ. പുയ്യാപ്പിള പറഞ്ഞോളി. ശരിക്കിപ്പൊ മൂപ്പർക്ക് എന്താ ജോലി? കണ്ടക്ടർ അല്ലേ? രാത്രിപ്പണി വല്ലതും ഉണ്ടാ? മുഖതാവിൽ പറഞ്ഞു തരും. ആള് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോളി മജിദ്, മനസ്സിലുള്ളതൊക്കെ പറഞ്ഞോളി. അല്ല, അതല്ല, മുമ്പ് നേരത്തെ വീട്ടിലെത്തിയിരുന്ന ആള് ഇപ്പൊ നട്ടപ്പാതിരക്ക് കേറി വരുന്നു. കോഴി കൂവ് മുമ്പേ ഇറങ്ങി ചാടി പോവുകയും ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയല്ലേ ഇത്? ഞാൻ എന്താ പ്രസവം അടുത്ത് നിൽക്ക? ആരോഗ്യം ശ്രദ്ധിക്കാം. സെലീനന്റെ കല്യാണക്കാര്യത്തിലെ ഈ ഉത്തരവാദിത്തക്കുറവ് കാണിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എന്താ അതിനൊരു ഉദാഹരണം പറയാ? ഗവൺമെന്റ് മാതിരി ആവുക. വോട്ട് കിട്ടാൻ പല വാഗ്ദാനങ്ങള്, ഉത്സാഹങ്ങള്, ആവേശങ്ങള്. ജയിച്ചു പോയാലോ പിന്നെ ആ പറഞ്ഞ ഒന്നും നടക്കേയില്ല. ആ വഴിക്ക് ആളെ കാണുകയില്ല. സെലീനാന്റെ കല്യാണം ഞാൻ പറഞ്ഞ പോലൊക്കെ തന്നെ നടക്കുകയും ചെയ്യും. നേരത്തിനും സമയത്തിനൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ണു മുമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ എങ്ങനെയുണ്ട്? കിട്ടേണ്ടത് കിട്ടിയപ്പോ പൊട്ടത്തിക്ക് കുട്ടി ഉണ്ടായില്ലേ? കിട്ടേണ്ടത് കിട്ടിയ പൊട്ടത്തിക്ക് എല്ലാവർക്കും ഉണ്ടാവും കുട്ടി. ഉദാഹരണം പറയാൻ വന്നേക്കണ് ബാലാലേ. കുഞ്ഞോ പേടിച്ചു പോയില്ല. അനക്ക് ഈടെയായിട്ട് ഒരു പേടി കുടുങ്ങിണ്ടല്ലോ. എന്ത് പേടി? ഈ എന്റെ ഉപ്പാനെ ചൊല്ലി സത്യട്. ഏതാടാ പെണ്ണ്? ആര് പറഞ്ഞു? ഏത് പെണ്ണ്? കുറച്ച് ദിവസമായില്ലേ ഈ ഒരു പെണ്ണിനെ ഒളിപ്പിച്ചോണ്ട് നടക്കണം. ഒളിപ്പിക്കേ? അന്റെ മനസ്സിലെടോ നിക്ക് തിരിയുന്നുണ്ട്. അന്റെ മനസ്സിലെവിടെയോ ഒരു അസർമുല്ല വിരിഞ്ഞിട്ടുണ്ട്. ആരാത്? ആ ടീച്ചറാ. മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ടീച്ചർ. പഠിച്ചോനെ, ഇത്രയും വലിയൊരു ആപത്തും തലേ പേറി ആരെയും അറിയിക്കാതെ ഒറ്റയ്ക്ക്. ഞാൻ പഠിച്ചതാ. കുടുംബത്തിലെ സമാധാനത്തിനും പുരയിലെ സന്തോഷത്തിനും എന്റെ മനസ്സിന് കുറച്ച് ഭാരം കൊടുക്കേണ്ടി വന്നാലും വേണ്ടൂല. ആ ഭാരം താങ്ങുന്നതൊരു സുഖ. പക്ഷെ ഇത് അപകട. നജീബിനെ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണം. അയാളല്ലേ തീരുമാനം എടുക്കേണ്ടത്. വരട്ടെ, നിങ്ങൾ എത്തട്ടെ. കടലിനക്കരെ ഓന്റെ മനസ്സിലൊരു കനലിൽ കൊണ്ടു കിടക്കുന്നതിനേക്കാളും ഞാൻ തന്നെയാണ് നല്ലത്. എന്തിനു കാണണം പറഞ്ഞത്? ഫസലുകളെ ഇപ്പൊ അറുത്താ മുറിയാത്ത വാശിയില്ല. ദുബായിലെ ഏതോ ഒരുത്തന് എന്നെ പിടിച്ചു കൊടുത്തിട്ടേ മൂപ്പർ ഉറങ്ങൂന്ന്. തീയിൽ എന്റെ നിപ്പ്. ഇന്നേരത്ത് അന്നെപ്പോലെ നല്ലോണം ജീവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഞാൻ എന്തുറപ്പാ തരാ? ഒഴിഞ്ഞു മാറിയല്ല, പേടിച്ചിട്ടുമില്ല. എന്നെ കണ്ടതും പരിചയപ്പെട്ടതും ദോഷായി പോയിന്ന് നാളെ എനിക്ക് തോന്നാൻ ഇടവരരുത്. ഒരിഷ്ടം വലിച്ചെറിയുമ്പോ മനസ്സിനൊരു നീറ്റലുണ്ടാവും. പിന്നെ അത് മാറും. മാറിക്കോളും. ഇല്ല, ഇനി എനിക്കതിന് പറ്റില്ല. എല്ലാം കലങ്ങി തെളിയുന്നതുവരെ കാത്തിരിക്കാനുള്ള മനക്കരുത്തുണ്ട് എനിക്ക്. കസ്തൂരി തൈലമിട്ട് മൂടി. എന്താക്കാണോ? അതെ, പെയിന്റ് അടിക്കണ് തലല്ലോ. അയ്യോ, ഇതിട്ട് വലിച്ച് കല്യാണത്തിന്റെ അന്നും അതിന്റെ പിറ്റേന്നൊക്കെ വലിച്ചോണ്ടിരിക്കോ? ഒന്ന് ചാടി ചാടി നിക്കടോ. ചാടി ചാടി പെയിന്റ് ആരടിക്കും? നിങ്ങൾ അടിക്കോ? മര്യാദക്ക് പണിയെടുക്കുന്നവർ അതിന് സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എത്ര കൊല്ലാന്ന് അറിയാമോ ഈ വെറുപ്പിക്കൽ തുടങ്ങിയിട്ട്? കൃത്യം 5 മണിന്ന് അടിക്കുമ്പോ ചോള എണ്ണി കൊടുക്കുന്നവർക്ക് അതിന്റെ ദണ്ണറിയോ? ചിലക്കാതെ അങ്ങോട്ട് വലിച്ചടിക്കടാ. വലിച്ചടിക്കും ഞാൻ. എത്ര പെയിന്റ് അടിച്ചിട്ടും ഒരു കാര്യമില്ല. ആദ്യം ഇയാളെ ഇവിടുന്ന് കെട്ടിയിറക്കണം. എന്നാലേ സുൽത്താൻ വീട് നന്നാവും. 5 പൈസന്റെ ഗതിയില്ലാത്ത തവള. എന്താ പറഞ്ഞേടാ? ബായിനെ പോലത്തെ ഒരാളില്ലായിരുന്നെങ്കിൽ ഈ സുൽത്താൻ വീടിന്റെ ഗതി എന്താവും പറഞ്ഞ അയാള്. ശരിയാ, നീ അടിക്കുന്നത് പെയിന്റ് തന്നെയല്ലേ? പോളിഷ് ഒന്നല്ലേ? അല്ല, വേഗം അടിക്കട. ആറാം പറഞ്ഞോനെ. ഇതെന്താ ബാറ് സർക്കസോ? ഇനി ഇതിന്റെ മോളിൽ നിന്ന് കെട്ടി മറിഞ്ഞ് മേടിച്ച് ചത്തിട്ട് വേണം ഇവിടുത്തെ കല്യാണം മുടങ്ങാൻ. ഇതെന്താ മജിദ്ക്ക? നിങ്ങൾ ബായെടുത്ത് ബലത്ത് വെച്ച കല്യാണം മുടങ്ങണ ഭർത്താനല്ലോ. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞു. ഇതേതാ ഈ ഷർട്ടും മുണ്ടും? ഇമ്മണി അമ്മ. ആര് ഛർദിച്ച കാര്യം ഇത്താത്ത പറയാ? അത് മജിദ്ക്ക, ഈ ബസ്സിൽ കേറുമ്പോ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇന്നലെ ബസ്സിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ ഇന്ന് ഛർദിച്ചു. ഇന്നലെ യാത്ര ചെയ്യാ, ഇന്ന് ഛർദിക്ക. എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് ഇന്നലെ നിങ്ങൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആരോ ആണല്ലോ ആ സ്ത്രീ. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്നത്. അതോ പുറത്തിറങ്ങി നിങ്ങൾ ബസ്സിൽ നിന്ന് ചാവൂലേ? നിങ്ങൾ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞു തരുന്നുണ്ട്.
അയ്യോ പാവം. ഛർദിച്ച് അവശയായി ആ. ഛർദിച്ചത് ഇവളല്ലല്ലോ അവളല്ലേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? അതാ ഞാനും ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഛർദിച്ചത് ആര്? ഛർദിച്ചത് ഇവരാണോ? അല്ല അവരാ. അതങ്ങനെ അവര് ഛർദിച്ചാൽ ഇവര് പറയാൻ വന്നേ. അവരാദ്യം ഛർദിച്ചത്. എനിക്ക് മനസ്സിലാവണില്ലാന്ന്. ഞാൻ പറഞ്ഞുതരാം. ഈ ബായിക്ക് ഛർദിക്കാൻ വരുന്നു, അത് കണ്ടിട്ട് എനിക്കും ഛർദിക്കാൻ വരുന്നു, ഇത് കണ്ടിട്ട് തനിക്കും ഛർദിക്കാൻ വരുന്നു. ഈ ഛർദിക്കൽ കണ്ട ആരെങ്കിലും വന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഈ ഛർദിക്കൽ കണ്ടാൽ നമുക്ക് ഛർദിക്കാൻ തോന്നൂലേ? ഡാ, മിണ്ടരുത്, കുത്തരുത്. ആര് ഛർദിച്ചാലും നമ്മള് സമ്മതിക്കില്ലാട്ടാ. രക്ഷപ്പെട്ടു. എല്ലാം കൂടെ ഹലാക്കിന്റെ കൊടി കുത്തി. ഇപ്പൊ അങ്ങോട്ട് പൊട്ടി മുളച്ചതൊന്നല്ലോ. പതുക്കെ പറ, പതുക്കെ പറ. മാസങ്ങളായി ഛർദി കാര്യമൊക്കെ ഉണ്ടോക്ക്. മിണ്ടാതെ മൂടി പൊറിഞ്ഞ് വയറ് മുറുക്കി വിട്ട് കൊണ്ടു നടന്നതോ. എന്നോട് ചാടി കുറച്ചിട്ട് ഒരു കാര്യമില്ല. പണിക്കൊക്കെ പോണേന് മുമ്പ് ഓർക്കണായിരുന്നു. എന്റെ പഠിച്ചോനെ, നിങ്ങൾ പോയിക്കോളി. ഗർഭകാല ശുശ്രൂഷ ശരിക്ക് കിട്ടാത്തതിന്റെ പ്രോബ്ലംസ് ഉണ്ട് വൈഫിന്. എന്തേ ഇത്രയായിട്ടും ഡോക്ടറൊന്നും കാണിച്ചില്ലേ? ഗർഭര രോഗമല്ലല്ലോ, അതുകൊണ്ട്. ഫിസിക്കലി മെന്റലി വീക്കാണ് അവര്. ഈ മെഡിസിൻസും ടോണിക്കും കൊടുക്കണം. പിന്നെ നന്നായിട്ട് ഇലക്കറികൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറയണം. പിന്നെ വൈകാതെ ഒന്ന് സ്കാൻ ചെയ്തേക്കൂ. ആയിക്കോട്ടെ. എത്ര മാസായി പറഞ്ഞ്? ഒന്നും മുണ്ടാണ്ട് നിൽക്കുന്നല്ലേ. അല്ലടോ, ഇത് ഇത്രയൊക്കെ ആയിട്ട് നീയൊന്നും അറിഞ്ഞില്ലേ? നീയൊന്നോട്ട് പറഞ്ഞതുമില്ലേ? നിങ്ങൾ ആള് രണ്ടും വലിയ തരക്കേടില്ലല്ലോ. മരുന്ന് നിങ്ങൾ വേഗം പോയിക്കോളി, ഞാൻ വന്നോളാം. എന്റെ മരുന്ന് തീർന്നുട്ടോ? മറ്റേതേ അതേ കൂട്ടത്തിൽ ഞാൻ വാങ്ങണോ അതോ നീ കൊണ്ടുതോളൂ? എന്താ നിനക്കൊരു കള്ളക്കളി? അമ്മണിയമ്മ ഇങ്ങോട്ട് വരൂ, നമുക്ക് പോവാം. എന്തൊരു മരുടെ സ്വഭാവത്തെ ഇവിടെ നോക്കാം. വാസ്തവം പറഞ്ഞ എനിക്ക് ശീലമുള്ളൂ, അതുകൊണ്ട് പറയാ. സാധനത്തിന് പുള്ളിങ് പോരാ, അങ്ങോട്ട് ഏക്കണില്ല. അച്ചാറോ ബീഫിന്റെ ചാറോ കിട്ടൂടെ? ആരെയും നോക്കുന്നേ ഞാൻ തന്നെയാ. എന്താ ഈ ശബ്ദം എങ്ങനെ? ഏറ്റു തുടങ്ങിയ ലക്ഷണ തൊട്ടേക്കാൻ ഒന്നുമില്ല, കുറച്ച് മിക്സ് ആയാലും നിന്റെ തിരുവാതിര കളി കാണാൻ വിളിച്ചതല്ല ഇവിടെ. കരിമ്പനയുടെ ചോട്ടില് കാരാമ നിൽക്കുന്നവരുണ്ട്, നമ്മൾ തമ്മിൽ നല്ല ചേർച്ച. നിർത്തി. എങ്കിൽ പറ, ആ പെണ്ണവന്റെ ആരാ? എന്ത് ചോദ്യമാണിത്? അവന്റെ കീപ്പറ് അല്ല ആരാ? വയറ്റിലുണ്ട്. ആ തള്ളെവിടെ? ഇന്നലെ രാത്രി മുതലേ കാണാനില്ല. കാണല്ലേ? എവിടെ പോയിട്ടുണ്ടാവും? നജീബിന്റെ വല്ല വിവരവും? ഓൻ വിളിച്ചിരുന്നു, വരും. ജീവിതം ജീവിക്കുന്നതിന്റെ കയ്യിലല്ല, ജീവിപ്പിക്കുന്നതിന്റെ കയ്യിലാ. പടച്ചോന്റെ. ഈ അകത്തേക്ക് പോ. ഇതാര്? നമ്മുടെ ബസ് കണ്ടക്ടറാ. തുടങ്ങിയിട്ട് പുറത്തേക്ക് വീണ വരുമ്പോട്ടോളെ ഞങ്ങൾ ആ ചെറുക്കണെന്ന് കാണട്ടെ. ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ട, രണ്ടും പറയണ്ട ചേട്ടേ. എനിക്ക് പറയണം, ഞാൻ പറയും. നിങ്ങൾ വിചാരിക്കണ പോലെ ഒന്നുമില്ല ഇവിടെ. രണ്ട് മനുഷ്യജീവികളുടെ സങ്കടങ്ങൾ അടച്ചുപൂട്ടി വെച്ചിക്കണ്, അത്രേ ഉള്ളൂ. അങ്ങനെ അടച്ചുപൂട്ടി ഒറ്റക്ക് സൂചിക്കാതെ തുറന്ന് കാണിക്ക്, ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ. വിളിക്കാനാളെ മുന്നോട്ട് വരരുത്. മാറിക്കടാ, മാറിക്ക്. ഒളിപ്പിച്ചു വെച്ച് ഒറ്റയ്ക്ക് തിന്നാലട നായിന്റെ മോനെ. നിർത്തറ. പറയാൻ നിങ്ങൾ സമ്മതിക്കണില്ല. അറിയണ്ടല്ല നിങ്ങൾക്ക് കേൾക്കാൻ പോതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതാ നിങ്ങൾക്ക് വേണ്ടത്. അത് സമ്മതിച്ചു പറ്റൂലേക്ക്. ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ മാനം കെടുത്താൽ എളുപ്പാ. മാനം കാക്കാനാടോ ബുദ്ധിമുട്ട്. അതിനു വേണ്ടിയാ ഞാനീ പറയണത്.
കുഞ്ഞാക്ക കൊള്ളാം. നല്ല നിലയ്ക്ക് ഒന്ന് കാണാൻ പറ്റി. നാട്ടുകാര് വളഞ്ഞിട്ട് പെരുമാറിയോ അതോ ഞാൻ തക്ക സമയത്തിനെത്തിയോ? പോലീസിന്റെ ഉത്തരവാദിത്തം മനസ്സിലായോ ഇപ്പോ ബസ് കണ്ടക്ടർക്ക്? എടുത്തോ സാധനത്തിനടുത്ത് വണ്ടി കയറ്റ്. ബാലകൃഷ്ണൻ സാറേ, ഞാൻ വന്നോളാം, എവിടെ വേണേലും വന്നോളാം. ഈ സാധു പെൺകുട്ടീനെ പാവം ചെയ്യരുത്. പോലീസ് പാപം ചെയ്യില്ലടോ, ഡ്യൂട്ടി ചെയ്യും. വണ്ടി കയറ്റ്. ബാലകൃഷ്ണ സാർ, കേറടി. കേറാ.